ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ നാട്ടിൽ നടക്കുന്ന സമകാലിക ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ചർച്ച ചെയ്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് വൻ സംഭവങ്ങൾ തിരുവനന്തപുരം എല്ലാവരും കേട്ടല്ലോ അല്ലേ? തിരുവനന്തപുരത്തെ ചുണക്കുട്ടികൾ ഉണർന്ന് പ്രവർത്തിച്ചത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ തിരുവനന്തപുരമാണ് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിൽ എന്തുമാത്രം കോർപ്പറേഷനുകളുണ്ട്, പക്ഷെ അവിടെ നിറഞ്ഞു നിൽക്കുന്നതും ഒരു വാർത്താ പ്രാധാന്യം ഉള്ളതും നമ്മുടെ തിരുവനന്തപുരത്തെ ചുണക്കുട്ടികളാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന കൗൺസിലർ. അത് ചെമ്പഴന്തിയുടെ ഒരു ഇതിനെ അല്ല, അത് ആദ്യം പറയേണ്ടത് നമ്മൾ ഗുരുദേവന് ശേഷം ചെമ്പഴന്തി ഇത്രയും വലുതാക്കിയ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു. എല്ലാരും ഇപ്പം ശബരിനാഥ് പറയുന്നു ചെമ്പഴന്തി ഉദയൻ ഇത് ഇങ്ങനെ, ബാക്കിയുള്ള എല്ലാ കൗൺസിലറും ചെമ്പഴന്തിയാണ് പറയുന്നത്. പെർഫോമർ ഓഫ് ദ മാച്ച്, പെർഫോമർ ഓഫ് ദ ഡേ, അത് തന്നെ, അത് പുള്ളിയായിരുന്നു. പ്ലെയർ ഓഫ് ദ മാച്ച് പുള്ളിയായിരുന്നു. അപ്പൊ എന്താണ് സംഭവം നമുക്ക് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പൊ അവിശ്വാസ പ്രമേയത്തിന്റെ സെറ്റപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തോ ഒരു പുള്ളി BJP കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു സുഗതൻ എന്ന് പറയുന്ന പുള്ളി അങ്ങേരെന്തോ ഇച്ചിരി ഗുണ്ട പ്രവർത്തനം എന്തോ ചെയ്ത് ജയിലിലാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും റിസ്കാ. അപ്പൊ പുള്ളി അങ്ങനെ ജയിലിലാ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ 51 കണ്ടയില് നേരത്തെ ഉണ്ടായിരുന്നത് സീറ്റിന്റെ എന്ന് വെച്ചാൽ ഭൂരിഭാഗം സീറ്റ് 50 പേരുണ്ട് അവർക്ക്. ഒരു സ്വതന്ത്രന് കൂട്ട നിർത്തിയിട്ടാണ് ഇവർ ഭരിക്കുന്നത്. അപ്പൊ ഇപ്പം അയാൾ ഇല്ലെങ്കിൽ 50 എന്നുള്ള നമ്പറിലോട്ട് പോകും. അപ്പൊ ഒരു ഇതുണ്ട്, എന്താണ് അപ്പൊ വേണമെങ്കിൽ ബാക്കിയുള്ള അതെ തൂക്കല്ല ഇത് സംഭവം. ഈ ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും മറ്റേ അറ്റൻഡൻസ് പോലെ ഭൂരിപക്ഷം തെളിയിക്കണം. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോ ഭൂരിപക്ഷം തെളിയിക്കണം. പക്ഷെ അതിലൊരാൾ ഇല്ലെങ്കിൽ ആ ഭരണ കമ്മിറ്റി തീർന്നത്. അത് ഇവര് രാജിവെക്കണം, അല്ലെങ്കിൽ പിരിച്ചുവിടും. അങ്ങനെയാണ് സംഭവം. റീ ഇലക്ഷൻ നടത്തിക്കൂടെ? പിരിച്ചുവിട്ടിട്ട് എന്നുവെച്ചാൽ അവർക്ക് വേറെ ഗവൺമെന്റ് അല്ലല്ലേ ഈ പണ്ട് ഈ കോർപ്പറേഷൻ ആയി നഗരസഭ ഗവൺമെന്റ് എന്ന് പറയാൻ വേറെ ഇത് ഭരണസമിതി തന്നെ അവിടെ വേറൊരു ഇത് വന്നില്ലെങ്കിൽ പുതിയ ഇലക്ഷൻ നടത്തണം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയൊക്കെ നടന്നത്. ഈ കോൺഗ്രസ്സുകാര് ഇത് ഒപ്പിടാൻ പോയപ്പോഴത്തേക്കും ഇപ്പൊ എന്തോ 2 കൗൺസിൽ മീറ്റിംഗ് നടത്തിയിട്ട് ഈ പുള്ളി വന്ന് ഒപ്പിട്ട് അല്ല ഈ ഇതിലും വന്നില്ലെങ്കിൽ പുള്ളിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇത് ആദ്യത്തെ മീറ്റിംഗ് എന്തോണ് നടത്തിയത്. അപ്പൊ അതില് ഇവരാരും ഒപ്പിട്ടില്ല, ഒരു മനഃപൂർവ്വം ഒപ്പിടാതിരിക്കുന്നു എന്നാണ് ഈ നമ്മുടെ ടീം UDF പറയുന്നത്. അപ്പൊ ടീം UDFിലെ ബുക്കിനെ ചൊല്ലി ഭയങ്കര അടി. ബുക്ക് പുള്ളിയുടെ ശബരിനാഥന്റെ കയ്യിലായിരുന്നു. അത് ഭയങ്കര അത് ഈ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ സാധനം. അപ്പൊ അത് ടീം UDFിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ ശബരിനാഥിന്റെ ടീംസ് കൂടെ വന്നിട്ട് സാധനം എടുത്തിട്ട് ടീം UDF മാത്രമേ ഒപ്പിടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കണം കേട്ടോ, ടീം UDF മാത്രമേ ഇവിടെ ഒപ്പിടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അത് പിടിച്ചു വാങ്ങിച്ചു. അത് ചെമ്പഴന്തി ഉദയൻ പിടിച്ചു വാങ്ങിച്ചു. കയ്യാങ്കളിയായി കീറിക്കളഞ്ഞ് പുള്ളി ഒറ്റയ്ക്ക് പോയി പിടിച്ചു വെച്ചടാ. എല്ലാരും ഇത്രയും ആളുണ്ട്, ഇങ്ങനെ ആളെ നിൽക്കുമ്പോ പുള്ളി ഇങ്ങനെ ഒരു വലി എല്ലാരും ചെമ്പഴന്തിയുടെ ആ ഒരു അഭിമാനം കാത്തു. ചെമ്പഴന്തിയുടെ പവറ്. പക്ഷെ പുള്ളിയുടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി കേട്ടോ. അത് കയ്യാങ്കളി ഫുള്ള് കയ്യാങ്കളി. അതില് അവര് സാരിയൊക്കെ വലിച്ചു ഊരുന്ന സാരി. പിന്നെ അവര് ചതങ്ങനെ ഇറുക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറുക്കൊക്കെ ഭയങ്കര ഒരു. അതിന്റെ ഇടയിൽ മീഡിയക്കാര് വന്ന് തള്ളുന്നു. മീഡിയക്കാര് അതിന്റെ ഇടയിൽ ഈ അടിയടക്കുമ്പോ മൈക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഒരാളിങ്ങനെ മൈക്ക് റിപ്പോർട്ടർ കാണാൻ. പിന്നെ ഫോട്ടോ ക്യാമറകൾ ഫുള്ളൊരു ബഹളമായിരുന്നു അവിടെ. നല്ല തൊഴുമ്പായിരുന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത് നമ്മള്. അല്ല, ഇങ്ങനെ കോർപ്പറേഷനിൽ ഇങ്ങനെ ഇടയ്ക്ക് വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ തോന്നുന്നു പണ്ട്.
ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ട്രിവാൻഡ്രത്ത് അങ്ങനത്തെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ അടിയും ഇമാതിരി അടി ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഇല്ലായിരുന്നു. ഇത് പ്രോപ്പറായിട്ട് മറ്റേ നമ്മള് പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുമ്പോ ഉള്ള ഒരു അടിയും പിടിയില്ലേ, ആ ഒരു അടിയായി. ഇതിനു മുമ്പ് നമ്മളെ ഇത് മറ്റേ സ്പീക്കറിന്റെ അവിടെയാണ് നിയമസഭയിലുണ്ട് LDF പണ്ട് ശിവൻകുട്ടി ലാസ്റ്റ് മറ്റേ മാണി വന്നിട്ട് ഇത്രയും ബോളത്തിന്റെ ഇടയിൽ പുള്ളി ഇരുന്നിട്ട് ഇത് പറയാ വായിച്ചു തീർന്നു, ബഡ്ജറ്റ് എടുത്ത് കൊടുക്കുന്നു. ഒരു ബഡ്ജറ്റ് എല്ലാരും ഇങ്ങനെ ഇത് KM മാണിയുടെ അവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കും. അപ്പോഴും ബഡ്ജറ്റ് ഇങ്ങനെ പറയും. എന്നിട്ട് എല്ലാവർക്കും ലഡു വിതരണം, എന്നിട്ട് ലഡു കൊടുത്ത് എല്ലാവർക്കും ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല രസമായിരുന്നു. പിന്നെ ശിവൻകുട്ടി തളർന്നു വീണ് അങ്ങനെ. അത് ഏറ്റവും കഷ്ടപ്പെട്ട ഇത് മറ്റേ ഇവരായിരുന്നു, ഈ വാച്ച് സെക്യൂരിറ്റി. അവര് കഷ്ടപ്പെട്ടു പോയാന്ന് അത് കാണണ്ട. മറ്റേ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാവങ്ങൾ കേട്ടോ, നല്ല കഷ്ടപ്പെട്ടു പോയി അന്ന്. എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക മെയിൻ ആൾക്കാരും കയറി നിരങ്ങി അന്ന്. ശിവൻകുട്ടിയുടെ എല്ലാരും ഇപ്പൊ ശിവൻകുട്ടീനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ശിവൻകുട്ടീനെ കാട്ടിയും എല്ലാരും ഒരുപാട് പേരുണ്ടായിരുന്നു. ആരെയൊക്കെ അടിച്ചെന്നാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ശരി ആരാ ഉണ്ടായിരുന്നു, അതൊക്കെ മറന്നുപോയി. ശിവൻകുട്ടിയായി, എല്ലാം ശിവൻകുട്ടിയായി പോയി. അത് സത്യം ആരോ ഒരാള് എന്തോ ഉപദ്രവിച്ചു, എന്തോ അന്നൊരു ഒരു സ്ത്രീയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആരോ മുണ്ട് പൊക്കി, അതെനിക്ക് മുണ്ട് മടക്കി കുത്തിയ കാര്യം എനിക്ക് അറിയാം, അല്ലാതെ അതിനുശേഷം ഇപ്പൊ ഇതാണ് ഉടുപ്പൊക്കെ കീറി കേട്ടോ, ഉടുപ്പൊക്കെ വലിച്ചു കയറി. പിന്നെ അടി, തലക്കിട്ടടി. അത് ഒരു മറ്റേ റിപ്പോർട്ടർ ഇങ്ങനെ സർക്കിൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ശബരിനാഥനെ അടിക്കുന്നത് വേറൊരു കൗൺസിലറിനാണ് കൊണ്ടത്. അതൊരു സ്ത്രീ കൗൺസിലർ, അവരുടെ കറക്റ്റ് തലക്കിട്ട് തന്നെ, കഴുത്തിലോ തലക്കോ കണ്ട് തന്നെ കിട്ടിയത്. നല്ല അത് എനിക്ക് നല്ല ഉറപ്പാണ്, അങ്ങേർക്ക് നല്ല ആരോഗ്യമുണ്ട്. ആ കൈ വെച്ച് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അനക്കാൻ പറ്റൂല, അത് ഉറപ്പാ. ആ ബുക്കൊക്കെ വലിച്ചങ്ങ് പിടിച്ച് എടുത്തു, കൊള്ളാം. പക്ഷേ ഇത് ഭയങ്കര ഒരു എന്താ പറയാ, എന്റർടൈൻമെന്റ് ആണെങ്കിലും ഭയങ്കര മോശമാണ്. എലക്ട് എ ക്ലൗൺ യു ക്യാൻ സീ എ സർക്കസ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു പരിപാടി പോലെ ആയിപ്പോയി, സർക്കസ് ആയിപ്പോയി. അത് കാണുമ്പോ നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഈ ഇവര് മറ്റേ കഴുത്തിൽ മറ്റേ ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു കൗൺസിലിൽ ഇങ്ങനെ വരണതൊക്കെ അതൊക്കെ ഭയങ്കര അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത് വരുന്നത്. ഇത്രയും കയ്യാങ്കളി ആയല്ലോ. കയ്യാങ്കളി ഒരു പ്രത്യേകിച്ച് ഈ കൗൺസിലർമാരൊക്കെ കുറച്ച് മാതൃകാപരമായിട്ടൊക്കെ നിൽക്കാനുള്ളതല്ലേ, മാതൃകാപരമായിട്ട് നിൽക്കാനുള്ളതല്ലേ. അവര് തന്നെ അടിയും പിടിയും ഇതൊക്കെ ഇത്രയും ക്യാമറ നിൽക്കുന്ന ഇത് ചെയ്യുന്നു, എന്നിട്ട് ഇവരിത് എങ്ങനെ ഇത് ക്യാമറ കാണുമ്പോൾ കുറച്ചുകൂടെ ആവേശം കൂടും. പക്ഷെ ഇതെല്ലാം പുറത്ത് ആൾക്കാർ കാണുന്നു എന്നുള്ളൊരു സംഭവം ഇല്ലേ, ആ ഒരു മൈൻഡ് ഒന്നും വരൂല്ലോ. അപ്പം അങ്ങനെയൊന്നും തോന്നൂല. അപ്പം അടി കിട്ടിയാ തിരിച്ചടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളൂ. അത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല പക്ഷെ അത് ഇവിടെ വന്നിട്ട് TV ഇങ്ങനെ കണ്ട ഈ വീഡിയോ കണ്ടപ്പോഴും ഇവരൊക്കെ സംസാരിക്കുമ്പോഴേ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ ഇവര് സംസാരിക്കുമ്പോ നല്ല സംസാരമായിരിക്കും. പക്ഷെ നമ്മളെ പോലെ തന്നെ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ചിരിക്കൂടെ ലോക്കലൈസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. വളരെ സാധാരണ ആൾക്കാരെ ഇത് തന്നെ സംസാരിക്കും. പക്ഷെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു അടിയൊക്കെ സംഭവിച്ചു. പക്ഷെ ശബരിനാഥ് കുറച്ച് നല്ല ഇതാണ്, നല്ല റേസുമായി. പുള്ളി കുറച്ചുകൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു, നല്ല പ്രസൻസ്. ഈ LDF ഒന്നും അങ്ങനെ വന്നില്ല, സീനിലേ ഇല്ലായിരുന്നു. ഈ പുള്ളി അവിടെ എവിടെയെങ്കിലും കാണും, പക്ഷെ പുള്ളിയായിരുന്നു ആ ഒരു സ്ക്രീനില് നിറഞ്ഞു നിന്നത് സംസാരമായിരുന്നു. എന്തൊക്കെ അത് കൃത്യമായിട്ട് മൈക്കിൽ കിട്ടിയില്ല. വാടാ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ ലൈനില് വാടാ. പിന്നെ മറ്റേ പുള്ളി എടുത്ത് എപ്പോഴും പറയും, മറ്റേ ഒപ്പിടാൻ പോണ സംഭവം ഉണ്ടല്ലോ, അതിലിങ്ങനെ എടുത്ത് ഇങ്ങനെ പറയും ടീം UDF അംഗങ്ങൾ മാത്രം ഒപ്പിടും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇവരെന്താ അവിശ്വാസ പ്രമേയത്തിന് LDFന്റെ സപ്പോർട്ടൊക്കെ വേണമെന്നാണ് പറയണത്. പക്ഷെ
ഇവർ രണ്ടുപേരും അങ്ങനെ യോജിച്ചും പോകില്ല. അവർ രണ്ടുപേരും ഇങ്ങനെ യോജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പാർട്ടി മറ്റേ ഇത് നമ്മളെ നിയമസഭയിൽ തിരിച്ചല്ലേ, അപ്പോഴെല്ലാം കൂടെ അങ്ങനെ വിമർശിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറയാൻ ഇതാണ് അവർക്ക് പ്രതിപക്ഷമായിട്ട് നിക്കുകയല്ലേ. പിന്നെ ശബരിനാഥ് പറഞ്ഞ് വീട്ടിൽ പോയി കാണിച്ചാൽ മതി, അങ്ങനത്തെ രീതിയിൽ റിപ്പോർട്ടറിന്റെ ഇതൊന്നും ഇവിടെ അനുവദിക്കൂല, ഇത് ബീഹാറൊന്നും അല്ല, അങ്ങനത്തെ രീതിയിൽ അനുവദിക്കൂല. പിന്നെ ഒരു എന്തോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ ചെമ്പഴന്തി ഉദയൻ എന്ന് നമ്മളല്ല പറഞ്ഞ അവര് എടുത്തു പറയാം, കാരണം ഇവിടെ അത്ര പറയണോ. അപ്പോഴിങ്ങനെ പറയണം, ഇതൊന്നും ഇവിടെ നടക്കൂല, പുള്ളിക്കാര് കയ്യാങ്കളി എന്ന് പറഞ്ഞു. അപ്പോഴ് അടുത്ത നാള് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ എന്തോ ചെയർമാൻ എന്തോ ആണ്. അടുത്ത ഒരു വിവരം ഇല്ലാത്തവനെയൊക്കെ പിടിച്ചാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു മാമൻ. ഇങ്ങനെയല്ലേ ഇത്രയും മാന്യതയോടെയല്ല പുള്ളിക്കാരൻ പറഞ്ഞു ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത പുള്ളിക്കാരൻ പറയുന്നത് ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനെയൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അങ്ങനത്തെ രീതിയിൽ പുള്ളിയുടെ ആ ഒരു ഇത് കൊണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് തന്ന്. അപ്പൊ ഇതൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ. എന്തായാലും ഭയങ്കര ടിവിയിൽ ഭയങ്കര ന്യൂസ് ആണ്. ടി വിക്കാർക്ക് ഇതൊരു ആഘോഷ ചാകരയായിരുന്നു. ഈവനിങ് അവർക്ക് എൻജോയ് ആയി. അല്ല ഈ സാധനം കേരളം ഫുള്ള് ഈ സാധനം കാണിക്കൂ, അതാ ഈ തിരുവനന്തപുരം എഡിഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം കോർപ്പറേഷനില് ഇവര് ജയിച്ചപ്പം വന്നതാരാണ്? നരേന്ദ്രമോദി. എനിക്ക് നാഷണൽ ടിവിയിൽ വരെ ചിലപ്പോ അല്ല ഇത് പത്രത്തിലൊക്കെ ഇവിടെ ഉള്ള സാധനം ഒന്നും അങ്ങ് എത്തൂലല്ലോ, അതേപോലെ ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ ഒരു കോർപ്പറേഷൻ BJP ഭരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഭയങ്കര ന്യൂസ് ആവും. അവർക്കിതൊരു പ്രശ്നമാണ്, ഇത് എടുത്തു കാണിക്കേണ്ട ഒരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് BJP എതിർ എന്ന് വെച്ചാൽ ഒരു BJP ഭരണത്തിൽ വന്നതിന് ശേഷം കോർപ്പറേഷൻ കൊളമായി സാധനവും അവര് പുഷ് ചെയ്യും, ബാക്കിയുള്ളവർ പുഷ് ചെയ്യും, ഈ LDF-ഉം UDF-ഉം പുഷ് ചെയ്യും. ഇത് ഇങ്ങനെ വന്നു, കുളമായി, നാനാ വിശേഷമായി, നല്ലതായിട്ട് നമ്മൾ നല്ലതായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ എളുപ്പമാണ്. അതെ അതെ, അതിനു വേണ്ടിട്ട് എന്തായാലും ഇത് വലിയൊരു വരും ദിവസങ്ങൾ എന്തോ പ്രക്ഷോഭം അല്ല സമരം എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ. ഇത് കുറച്ച് 3-4 കുറെ ദിവസമായിട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്തോ ഈ കുത്തിയിരിപ്പ് സമരവും എന്തോ മേയറിനകത്ത് കയറ്റൂല, എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവിടെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മറ്റേ പുള്ളീനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ വിയൂർ ജയിലിൽ എന്തോ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിനുശേഷം ഇതാണ് ഇതൊരു പ്രശ്നമായിട്ട് ദിവസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ന്യൂസിൽ ന്യൂസിൽ നിറഞ്ഞിരിക്കുകയാണ്. VV രാജേഷ് പുള്ളിയാണ് നമ്മുടെ മേയർ. പുള്ളിയുടെ ഇതാണ്, പുള്ളിയുടെ റെസ്പോൺസ് ഒക്കെ നല്ല രസമാണ്. ഇവിടെ സംസാരം അറിയാലോ. ഇത്രയും ഇത് പൂട്ടിയ ഹോട്ടലിന്റെ വിവരം പക്ഷെ പുള്ളി ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു കേട്ടോ, അത് അപ്രീഷിയബിൾ ആണ്. അത് ഭയങ്കര അപ്രീഷിയേറ്റിംഗ് കൊടുക്കണം. ഏതൊക്കെ ഹോട്ടലാണ് പൂട്ടിയെന്നുള്ളത് ലിസ്റ്റ് പറഞ്ഞു. അത് ഇങ്ങനെ നിരത്തി പിടിച്ചു വരുന്നു. പങ്കായം, പിന്നെ കുറച്ച് ഇത് എന്തോന്ന് മണക്കാട് സൂപ്രമസി ആയിരുന്നു, അതിൽ കൂടുതൽ മണക്കാടായിരുന്നു. മണക്കാട് കുറെ എന്തൊക്കെയോ നമ്മള് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ സ്ഥിരം കാണുന്ന കടകളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അത് കൊള്ളാം. പുള്ളി ഇത് പേര് പറഞ്ഞല്ല, അതില് കൊള്ളാം. പിന്നെ എന്തോ പാളയം മാർക്കറ്റും എന്തോ അനധികൃതമായിട്ട് ഇറച്ചി വിൽപ്പന നടത്തുന്ന അതൊക്കെ കുറെയൊക്കെ പൊളിച്ചു മാറ്റി. അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ കുറച്ചുകൂടെ ഈ LDF UDF-ന്റെ കയ്യിലിരുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു. ഇനി ഇറച്ചിക്കട മാറ്റിയതിൽ വേറെ ഒരു സംഭവം പറയുന്നു കേട്ടായിരുന്നു. ഒരു സംഭവം ഒക്കെ ഉണ്ടല്ലോ, അത് അറിഞ്ഞൂടാ. ആ സാധനം ഞാൻ കേട്ടില്ല. സാധനം അല്ല, റെഡിറ്റിലൊക്കെ ഇങ്ങനെ അതും ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അറിഞ്ഞൂടാ. അല്ല ഈ ഒരു സാധനം ഉണ്ടായിരുന്നു മറ്റേ പാളയം മാർക്കറ്റിൽ കുറച്ചുകൂടെ ഒരു യൂണിയൻ വൈസ് കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇവർക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഹോൾഡ് ഇല്ലാത്ത സ്ഥലത്ത് കയറി മേയാൻ ഇവർക്ക് കുറച്ചുകൂടെ താല്പര്യമായിരിക്കും. ഇഷ്ടമാണ്.
പിന്നെ ഒരു എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലീനിങ് അത്ര അല്ല ക്ലീനിങ് അങ്ങനെ ഒരു ഇപ്പൊ തന്നെ ഒരു ഇത് ആറ്റുകാലിന്റെ പ്രശ്നം തന്നെ കുറച്ച് വന്നു. അത് ഒരുപാട് പേര് പറയുന്നു മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഈ വർക്കേഴ്സ് മനഃപൂർവ്വം അങ്ങനെ ഈ LDF അനുകൂലികൾ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ നെറേറ്റീവ് ഉണ്ട്. മനഃപൂർവ്വമാണ് അല്ല. ഒരുപാട് പേര് പറയുന്നത് ഇവരുടെ കാര്യക്ഷമതമായിട്ടുള്ള ഇത് നോട്ടം കുറവുള്ളതുകൊണ്ട് പറ്റിയത്. പിന്നെ ക്ലീൻനെസ് കുറച്ച് കുറവുണ്ട്. അതെ, അത് സംഭവം ശരിയാണ്. എനിക്കും തോന്നിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പണ്ടത്തെ അത്ര ഒരു സെറ്റപ്പ് ഇല്ല. പണ്ടെപ്പോഴും നമ്മുടെ ആറ്റുകാല് പൊങ്കാല കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോട് തന്നെ എല്ലാം ക്ലിയർ ആവും. ഭയങ്കര അതിനുശേഷം സോഷ്യൽ മീഡിയ തുറക്കുമ്പം രാവിലെ ഇങ്ങനെ കിടന്നു രാത്രി അപ്പൊ ഇങ്ങനെ പറഞ്ഞ് കമ്പാരിസൺ വീഡിയോ ഒക്കെ ഇടും. അല്ല, കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം ഇത്തിരി ക്ലീനസ്റ്റ് സിറ്റിയാണ്. ഈ ട്രിവാൻഡ്രത്തിന്റെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അത് ഭയങ്കര പഠിക്കാനൊക്കെ എടുക്കുമായിരുന്നു. കാര്യം അത് നമുക്കിവിടെ ഒരു പ്രോപ്പറായിട്ടൊരു ഡംപിങ് പ്ലേസ് ഒന്നും ഇല്ല. ഈ എന്താണ് ഈ ഓർഗാനിക് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യാനുള്ള അങ്ങനെ ഒരു പെർട്ടിക്കുലർ വേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ അതിന് പകരം അത് ഒരു എല്ലാവരും കൂടെ ഈക്വൽ പാർട്ട്ണർഷിപ്പിലുള്ള ഒരു പരിപാടി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഇപ്പം എന്താണ് 5 കിലോ കൂടുതൽ വേസ്റ്റ് ഉള്ളവർ അവർക്ക് തന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. അങ്ങനെ കുറെ നിർബന്ധമൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. അതൊരു ഡോക്യുമെന്ററി പോലെ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു നല്ലൊരു സംഭവമാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതിനൊരു പ്രശ്നം പറ്റിയതുപോലെയാണ് ഇപ്പം പറയുന്നത്, നെറേറ്റീവ് വരുന്നത്. പിന്നെ മറ്റേ നമ്മളിവിടെ ഇതെടുക്കൂലേ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. പക്ഷെ നമ്മളാണ് വീട്ടുകാരാണ് മറ്റേത്. അതെ, അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. കാര്യം അതിൽ പറയുന്നുണ്ട് അവർക്ക് കിട്ടുന്ന മാസ വരുമാനം എന്ന് പറയുന്നതൊക്കെ ഒരു നല്ല എമൗണ്ട്. ഈ ഹരിതകർമ്മസേനയ്ക്കൊക്കെ അതും പ്രോപ്പർ ഒരു ഗവേണൻസ് അല്ല, അവര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഏരിയയിലുള്ള ഹരിതകർമ്മസേനയുടെ ആൾക്കാർ തന്നെയാണ് അത് വേർതിരിച്ച്. അല്ല, ഐ മീൻ അത് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ സ്ട്രക്ചറും അവർ തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ എന്തൊക്കെ കുറേ ഉണ്ട്. അതൊരു നല്ല സംഭവമാണ്. ഈ ട്രിവാൻഡ്രം വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അത് ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. ഞാൻ പണ്ട് കണ്ടതാണ്. എനിക്ക് കുറച്ച് തെറ്റുകൾ കാണുമായിരിക്കും, പക്ഷെ ഭയങ്കര ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം. എഫക്റ്റീവാണ്. ഹരിതകർമ്മസേന വന്നതിന് ശേഷം ഒരുപാട് മാറ്റം. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാവരും വലിച്ചെറിയാണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അതിനൊക്കെ ഒരു കൺട്രോൾ അല്ല, അത് പ്രോപ്പറായിട്ട് അത് അവര് നോക്കുന്നുണ്ട്. ഇപ്പൊ എടുത്തു വെച്ചാലും അത് കറക്റ്റ് സമയത്ത് വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ആ സംഭവത്തിലുണ്ടായ മറ്റേ നമ്മുടെ ഈ സ്കൂൾസ് കോളേജുകൾ അവരൊക്കെ അവരുടെ ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഓരോരുത്തരായിട്ടുണ്ട്. പിന്നെ ലുലു മാളും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയും ഒരു എക്സാമ്പിൾ പോലെ അവര് എങ്ങനെയാണ് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യണത്. കൊള്ളാം. ട്രിവാൻഡ്രം ഒരു നല്ലൊരു എക്സാമ്പിൾ സിറ്റി ആയിരുന്നു. ഇപ്പോ ഈ രീതിയിൽ എക്സാമ്പിൾ ആവുമോ അത് ഇപ്പം കാണുന്ന പോലെ ഈ കോർപ്പറേഷന്റെ അകത്ത് ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മള് ചെന്നൈയിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അതെ, നമ്മള് ചെന്നൈയിൽ പോകുമ്പോഴൊരു ഒരു സ്മെല്ല് വരും. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോ ഒരു ഓടേരയൊക്കെ ഒരു സ്മെല്ല് വരും. പിന്നെ ഭയങ്കര ഒട്ടും ക്ലീൻ അല്ല സിറ്റിയും. ഒരുപാട് ചവറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും, ചവർ ഇങ്ങനെ തറയിൽ കൂട്ടിയിട്ടേക്കും. അതൊന്നും തിരുവനന്തപുരത്തൊക്കെ വേസ്റ്റ് ബിന്നുണ്ട്. ക്ലീനാണ്, മൊത്തത്തിൽ ക്ലീനാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി ട്രിവാൻഡ്രം ഒരു ക്ലീൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മള് ഇപ്പം ബാക്കിയുള്ള സിറ്റിയിലൊക്കെ കുറച്ച് സിറ്റിയിലൊക്കെ അല്ലേ നമ്മൾ പോയിട്ടുള്ളൂ. ചെന്നൈ, ബാംഗ്ലൂർ. ചെന്നൈയിൽ പോകുമ്പോൾ തന്നെ ഇപ്പം കൂട്ടിയിട്ടേക്കാട്ടി ഇത് ഇങ്ങനെ പരന്നിങ്ങനെ ഓരോരോ നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്കും അതിന്റെ കൂടെ തന്നെ ഒട്ടിച്ചിങ്ങനെ ഒരു പേപ്പർ കപ്പ് അങ്ങനത്തെ കുറെ സാധനങ്ങളും കൂടെ ഇങ്ങനെ വെതറി കിടക്കും. അത് വെച്ചാൽ ഭയങ്കര വെതർക്കുമല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ അവിടെ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റോഡ് നമുക്ക് കാണാൻ പറ്റില്ല. റോഡ് കാണാൻ പറ്റൂല, ഒരു ഭംഗി കുറവ് വരും. ചിലപ്പോ സിറ്റി നല്ല രസമായിരിക്കും, പക്ഷെ ഒരു എന്താ പറയണ്ടത്, എന്തോ ഒരു വിഷ്വൽ
പൊല്യൂഷനാ, വിഷ്വൽ പൊല്യൂഷൻ അങ്ങനെയൊന്നും കാഴ്ച മലിനീകരണം. അങ്ങനെ ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതില്. മൊത്തത്തിലൊരു എസ്തെറ്റിക് കുറവ്. അല്ല, ഇവിടെ മെയിൻ സ്പോട്ടുകളെല്ലാമേ ക്ലീൻ ആയിട്ട് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ. നമ്മളെ എന്താണ് എപ്പോഴും ആൾക്കാർ വരുന്ന സ്പോട്ടുകളെല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കുറച്ച് മോശം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റേ ഈ തോടിന്റെ ഒക്കെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിയാ. തോടെന്ന് പറയുമ്പോ ഏത് വെള്ളമൊക്കെ കറയാണ് കിടക്കുന്നത്. ശരി ശരി. അതൊരു എനിക്ക് തോന്നുന്ന ആര് വന്നാലും ചെയ്യാൻ പാടുള്ള ഒരു സംഭവമാണ് തോന്നുന്നത്. അത് വല്ലാത്തൊരു ഇത് തന്നെ. അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ, അത് അന്നായിരുന്നു കഷ്ടപ്പെടണം. എല്ലാരും വെള്ളത്തിൽ കൂടെ ചവിട്ടി. ഇപ്പോഴൊക്കെ കുറെ മാറി, പക്ഷെ പണ്ട് ഭയങ്കര പാടായിരുന്നു അത്. പണ്ട് നല്ല പൊക്കത്തിലല്ലേ വെള്ളം, പിന്നെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കാറൊക്കെ ഫുള്ള് പൊക്കത്തിലായിരുന്നു തിരുവനന്തപുരത്ത്. വെള്ളം കയറും, ഫുള്ള് വെള്ളം കയറും. ആ ഏരിയ എപ്പോഴും വെള്ളം കയറുമായിരുന്നു. നമ്മളിതിപ്പോ എവിടെ നിന്നാണ് പറഞ്ഞു, ഇവിടെ നമ്മള് കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞിട്ടാണ് ചുണക്കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോ ഈ മന്ത്രിസഭ, ഈ കൗൺസിൽ, ഇവര് വീഴുവോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. ചിലപ്പോ ഇവര് എനിക്ക് അങ്ങനെ UDF അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിക്കാത്തതാണ്. പക്ഷെ ഇപ്പൊ ഒരു ആർജവം ഉണ്ട് അവർക്ക്. ആ ഒരു ഭരണം ഇവിടെ തിരുവനന്തപുരം കൂടെ പിടിക്കണമെന്നോ ഒന്ന്, പ്രത്യേകിച്ച് ശബരിനാഥിന് ഒരു എന്തോ ഒരു എനർജി അല്ല, ഇവർക്ക് ഭയങ്കര കുറവാണ്. UDF ആള് ഭയങ്കര കുറവാണ്. ഇപ്പം LDF വെച്ച് നോക്കുവാണെങ്കിലും UDF ഭയങ്കര കുറവാണ്. അല്ല, ഇപ്പം മന്ത്രിസഭ വീഴണമെങ്കിലേ, വീണിട്ട് ഇനി ഒരു റീ എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് കുറച്ചും കൂടെ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ കോൺഗ്രസും കൂടെ ആയതുകൊണ്ട് നല്ല ഭരിച്ചോണ്ടിരുന്നത് ഇവരല്ലായിരുന്ന ഇത്രേ കൊല്ലമായിട്ട്. 45 ഈ ട്രിവാൻഡ്രത്ത് UDF ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് കിട്ടുമെന്ന് തോന്നണില്ല. അങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഈ ഇങ്ങനത്തെ ഇലക്ഷനിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ലോക്കൽ ആയിട്ട് ഭയങ്കര പരിചിതമായിട്ടുള്ള ആളിനെയൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഇപ്പോഴ് 101 സീറ്റില് UDF ജയിച്ച സ്ഥിതിക്ക് ഒരു ചായ്വ് വരൂലേ, കുറച്ച് സീറ്റുകൾ. എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ UDF മറ്റേ ഇതിലും അങ്ങനെ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. ഇല്ല, സീറ്റ് കുറവായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പം എല്ലാരും UDF അല്ലേ, ടീം UDF ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോഴ് കുറച്ചും കൂടെ സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലേ, അറിഞ്ഞുകൂടാ. ചില 20 ചിലപ്പോ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഭരണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അത് മറ്റേ പുള്ളിക്കാരിയായിരുന്നു ഇവിടെ മേയറായിട്ട് നിന്നത് ഉദ്ദേശിച്ചത്, ശ്രീരേഖ. ഞാൻ ആലോചിക്കുന്നത് അവര് മറ്റേ പഴയ IPS ഒക്കെ ഇല്ലേ, അവരിതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന എന്ത് തോന്നാമെന്ന്. അവരൊന്നും ഇല്ലായിരുന്നു അവിടെ, സ്ഥലത്തില്ലായിരുന്നു അവര്. ആളില്ലായിരുന്നല്ലേ? അല്ല, അവര് ഇതിലില്ലായിരുന്നു, അടിയും വീഡിയോയിലില്ല. ശരി, പോലീസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് പേടി ആൾക്കാർ കാണും. ശരി, അവര് കയറി നിൽക്കൂല. അത് അവരായിരുന്നു പുള്ളിക്കാരായിരുന്നു മേയർ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ഇത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആണ് വി രാജേഷിന് തന്നെ കൊടുത്തു. അത് ശ്രീലേഖ IPS അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ടാൻഡ്രംസ് കാണിക്കാറുണ്ട്. അന്ന് എന്തോ മോഡിജി ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്ന് തന്നെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. എന്തൊക്കെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇലക്ഷൻ ഒക്കെ വരുമ്പോഴേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇലക്ഷൻ വരുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ചിലപ്പോ ഇത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ എന്തായാലും ഇത് നമ്മുടെ മീഡിയയിൽ നല്ല നിറഞ്ഞു നിൽപ്പുണ്ട് ചുണക്കുട്ടികൾ. തിരുവനന്തപുരത്തെ ചുണക്കുട്ടികൾ നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ചെമ്പഴന്തി ഭയങ്കര സന്തോഷം. ആരൊക്കെ അറസ്റ്റിലാവും, ആരൊക്കെ കൂടുതൽ ജയിലിലാവുന്നൊന്നും അറിയില്ല. എങ്കിൽ പുള്ളിയുടെ മറ്റേ വട്ടിയൂർക്കാവിൽ എന്തോ ആയിരുന്നു അടി, അത് നമുക്ക് അറിയാന്നുള്ള ഏരിയ. അല്ല, ഈ ബുക്ക് ഇതൊക്കെ വലിച്ചു കീറി കളയുന്നത് പ്രശ്നമല്ലേ? പിന്നെ പ്രശ്നമാണ്. പിന്നെ നാളെ ഏതെങ്കിലും പുതിയ ബുക്ക് കൊണ്ടുവരും. ഗവൺമെന്റ് രേഖയല്ലേ നശിപ്പിക്കുന്നത്? ഗവൺമെന്റ് രേഖയാണ്.
പിന്നെ അടി എടാ കൈവീശി അടിച്ചില്ലേ, ആ കൈവീശി അടിച്ചത് ഒരു വനിതാ തലേ ഭാഗത്തുകൊണ്ടാണ്. കൊലപാതക ശ്രമത്തിനൊക്കെ കേസ് അല്ല തലയ്ക്ക് മേലിലടിച്ച അവര് സ്ട്രോങ് ആയിട്ടൊക്കെ നിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അകത്ത് കിടക്കാനുള്ള കംപ്ലൈന്റ് ഒക്കെ കൊടുത്താലേ. സ്ത്രീകൾക്ക് നേരെയും കൂടെ ആയതുകൊണ്ട് അതിക്രമമാണെന്നും പറഞ്ഞ് നമുക്ക് പുള്ളി ഉദ്ദേശിച്ച മറ്റേങ്ങനെയാണ് പുള്ളി മറ്റേ ഈ ആറാന്നുള്ള രീതിയിൽ എങ്ങനെ അടിച്ചതാണ്. പക്ഷെ ഒഴിഞ്ഞു മാറിയില്ല, കൊണ്ടില്ല, എത്തിയില്ല. പുള്ളിയുടെ കൈ അത്ര നീളം അങ്ങോട്ട് എത്തിയില്ല. ആ വീഡിയോയിലുണ്ട്, അത് കാണുന്ന പ്രത്യേകിച്ച് റൗണ്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടും. എനിക്ക് തോന്നുന്നു ചെമ്പഴന്തി ആകെ ഇപ്പൊ ഫേമസ് ആണ് മറ്റേ ഈ ഇതിനൊക്കെയാ, ആലപ്പുഴന്നൊക്കെ കുറച്ച് പേര്. അതെ ചെമ്പഴന്തി ഫേമസ്. ചെമ്പഴന്തിന്ന് തന്നെ ഒരു ചെമ്പഴന്തി ഒരു ഫേമസ് ആണ്, ഗുരുദേവന്റെ ഒരു ഇതായോണ്ട് ഫേമസ് ആണ്, ജന്മസ്ഥലമാണ്. അതെ ഫേമസ് ആണ്. മറ്റേ ഇവിടെ ഗുരുകുലം തീർത്ഥാടനത്തിന്റെ സംഭവമായിട്ട് കുറെ ആൾക്കാരൊക്കെ വരും. ഇപ്പൊ എന്തായാലും അവര് ആലോചിക്കായിരിക്കുമല്ലോ, അയ്യോ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമകാലിക വിഷയങ്ങൾ. പക്ഷെ ഇതൊന്നും കണ്ട് നിങ്ങൾ തിരുവനന്തപുരത്തെ ഭയപ്പെടരുത്. ഭയപ്പെടരുത്. അതായത് അത്രയ്ക്കൊന്നുമില്ല, ഇതൊക്കെ നമ്മളൊരു ഒരു ചെറിയ ചെറിയ കുസൃതികളായിട്ട് കൂട്ടിയാ മതി. ഇങ്ങനെ ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. അംഗം വെട്ടും നടന്ന ടീംസ്. അപ്പോഴും ഇനിയും അങ്ങനത്തെ അംഗവെട്ടുകൾ നടക്കൂലെന്ന് അറിയാം. പക്ഷെ എല്ലാരും ഒരു ദേഷ്യത്തിലാണ് അവരെല്ലാരും ഇരിക്കുന്നത്. എന്റർടൈൻമെന്റ് വാല്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഏത് കോർപ്പറേഷന് പറ്റിയിട്ടുണ്ട് കേരളത്തില് എന്റർടൈൻമെന്റ്? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മേയർ ഊട്ടി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇവരുണ്ട്. ഇത്ര എന്റർടൈൻഡ് ആയിട്ടുള്ള. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ഫാമിലിയുടെ പ്രശ്നങ്ങളും അതൊക്കെ കണ്ട് മടുത്തിരിക്കണവർക്കാണെങ്കിൽ ന്യൂസ് ഇടുമ്പോൾ അല്ലേ ഒരു ആശ്വാസം. അതെ, ഇപ്പം കൂടുതൽ അങ്ങനത്തെ അല്ലേ ആൾക്കാർക്കല്ലേ അതല്ലേ ഇഷ്ടം, പ്രശ്നങ്ങളും മടിയും അതൊക്കെയല്ലേ ഇഷ്ടം. അപ്പോഴേ ഇടയ്ക്ക് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കണ്ടൊരു എന്റർടൈൻ ആവാം. സത്യം. അതിപ്പം നല്ലപോലെ എന്റർടൈൻമെന്റ് നമ്മുടെ ഇതിലും ഇവിടത്തതല്ല, മെയിൻ നിയമസഭയിലും സംഭവിക്കുന്നുണ്ട്. മറ്റേ പുള്ളി മൂലം വെള്ളംകളി നടത്താൻ പറ്റുമോ അത് ഇത് ആറന്മുളയല്ലല്ലോ, കുട്ടനാട്. കുട്ടനാട് എന്റെ നിയോജക മണ്ഡലത്തിൽ വള്ളംകളി അനുബന്ധിച്ച് പ്രാദേശിക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോഴേ അതിനുശേഷം VD സതീഷ് പറഞ്ഞു പരിശോധിച്ചതിന് ശേഷം നടപടി ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അവധി കൊടുക്കൂല, ഒരു കാരണവശാലും കൊടുക്കില്ല. പിന്നെ അത് പുള്ളിക്ക് അത് പ്രത്യേകിച്ച് ഇത് ഭരണ ഇതിലുള്ള ഒരു MLA കൂടെയാണ്. പുള്ളി അത് ഹർട്ടായി. പുള്ളി അപ്പൊ തന്നെ ഇതിലും പറഞ്ഞു, ന്യൂസിലും പറഞ്ഞു, പുള്ളി വിഷമായി, ഞാനും മനുഷ്യനല്ലേ, അങ്ങനെ പറഞ്ഞു. വിഷമായി, ഞാനും മനുഷ്യനല്ലേ. ഇവർക്ക് മാറിയിരുന്ന് പറഞ്ഞപ്പോ മൈക്കിന്റെ ഫ്രണ്ട് ഇരുന്ന് ഇത് പറയണം, പുള്ളി കേൾക്കാതെ പറഞ്ഞപ്പോ ആ സെക്കൻഡില് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഒരു തగ్గടിയാൻ വേണ്ടി ഒരു കാരണവശാലും കൊടുക്കില്ല. ഈ പുള്ളി VD സതീശൻ ഭയങ്കര സംസാരമാണ്. നേരത്തെ പണ്ട് നോക്കിയാലും മനസ്സിലാവും, ഈ ഭയങ്കര ഈ സൈലന്റ് ആയിട്ടിരിക്കൂല, ഇങ്ങനെ ചളപ്പള എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടേ. അപ്പൊ ഇങ്ങനെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വായിന്ന് വരും, അപ്പൊ പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പുള്ളി മറ്റേ ഒരു സമയത്ത് മറ്റേ എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ആ ഒരു EDയുടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിന് മിണ്ടാതിരുന്നില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങനെ ഈ സംസാരം നല്ല സംസാരിക്കാനും കഴിവുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പൊ പിടിച്ചിരിക്കാൻ ഒക്കൂല, പിടിച്ചിരിക്കാൻ ഒക്കൂല. പുള്ളി ഞാൻ പറഞ്ഞിട്ടില്ല കള്ളം, പച്ചക്കള്ളം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലും കൂടെ സംസാരിക്കുക. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് പ്രശ്നമുണ്ടോ? അതാ ഈ സാധനം കൈവിട്ടു പോയാൽ പെട്ടെന്ന് എക്സ്പോസ് ആവാൻ പെട്ടെന്ന് പറ്റും. അതുകൊണ്ടായിരിക്കും പുള്ളി ചിലപ്പോ ആ സമയത്ത് അല്ല അന്ന് വേണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഈ സാധനം വായിച്ചിട്ട് പുള്ളി ചിലപ്പോ മനസ്സിൽ പറഞ്ഞായിരിക്കും, ബ്രേക്ക് കിട്ടില്ല.
അപ്പൊ അടുത്തിരിക്കണം കൊടുക്കൂല. അതെ അതെ, അത് ചില ടൈമില് സംഭവിക്കാം. നമ്മളെ മസിൽ മെമ്മറി പെട്ടെന്ന് അതെ 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 മനസ്സിൽ നിർത്തണമെന്നായിരിക്കും, പക്ഷെ വായില് വന്നുപോയി പറഞ്ഞും പോയി. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഭരണമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംപ്രസ് ആയത് രമേശ് ചെന്നിത്തല പെർഫോമൻസ് തന്നെയാണ്. അതെ, നമ്മള് മുഖ്യമന്ത്രിയായിട്ട് പ്രപ്പോസ് ചെയ്തതും രമേശ് ചെന്നിത്തലയായിരുന്നു. ആ പോഡ്കാസ്റ്റിൽ നമ്മൾ പ്രപ്പോസ് ചെയ്തത് രമേശ് ചെന്നിത്തല. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് ഞാനേ അവനും പറഞ്ഞത് VD സതീശൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മറ്റേ നമ്മുടെ ഫ്ലൈറ്റിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞു. അല്ല, രമേശ് ചെന്നിത്തല കുറച്ചും കൂടെ ഒരു രാഷ്ട്രീയ പക്വത കൂടുതലാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്ക് നല്ല എത്ര നാളായിട്ടുള്ള ഒരാള്, പിന്നെ പുള്ളി ഒട്ടുമിക്ക വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെ സഞ്ചരിച്ച വ്യക്തിയും കൂടെ. പിന്നെ ഇപ്പൊ ഭരണം കഴിഞ്ഞാലും ഭരണം 30 ദിവസമേ ആയുള്ളൂ. എന്നാലും കൂടുതൽ അങ്ങനെ ഒരു പഴയ മിക്കവരും പഴയ ഗവൺമെന്റിനെ അങ്ങനെ എല്ലാം മുടിച്ചു വാരി ഇട്ടിരിക്കുന്നു, ഈ നമ്മൾ വന്നിട്ട് ശരിയാക്കണം, ആ ഒരു ഇതാണ് സംഭവം. പക്ഷെ പുള്ളി അങ്ങനെ ഒരു മിക്കവരും പണ്ട് പറഞ്ഞ സാധനം ഇപ്പൊ ഉൾട്ടയാണ്. മറ്റേ KM ഷാജിക്ക് ഭയങ്കര എന്താണ് മതമാണ് മറ്റേ ഭയങ്കര എന്നുവെച്ചാൽ ആൾക്കാർ ഇത് പുള്ളിക്ക് വല്ല മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നും പറഞ്ഞ് പേടിച്ചിരുന്ന ആൾക്കാരാണ്. കുറെ ആൾക്കാരുണ്ടായിരുന്നു, അയ്യോ പുള്ളിക്കാരനൊക്കെ കൊടുക്കണോ, പുള്ളി ഭയങ്കര ഒരു വർഗീയമായിട്ടൊക്കെ ചില സമയത്തൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അവരൊക്കെ ഇപ്പൊ നേരെ ഉൾട്ടായി. PM ശ്രീ അറബിക്കടലിൽ ഒഴുക്കണമെന്ന് പറഞ്ഞ് അത് ഇവര് ചെയ്യാൻ പോകുന്നു. പിന്നെ മറ്റേ ഭവനത്തില് ഇത് പേര് കൊടുക്കുന്നു. അതൊക്കെ അവര് കുറച്ചുകൂടി ഒരു പ്രോ സെൻട്രൽ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ നിലപാടുകൾ, പ്രത്യേകിച്ച് KM ഷാജി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു നിലപാടില്ല. അപ്പൊ അത് ഭയങ്കര ഉൾട്ട പോലെ കുറെ ആൾക്കാർക്ക് ലോകം അവര് ഭയങ്കര KM ഷാജി ഭയങ്കര നിസ്സാരവൽക്കരിച്ചാണ് സംസാരിക്കുന്നത്. ലോക വെച്ചെന്ന് പറഞ്ഞ് ഇത്രയും പൈസ എന്തിനാണ് നമ്മള് ഇത് ചെയ്യാനുള്ളത്, അത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ലോകം വെച്ചിട്ട് ഒരു ചാപ്പകുത്തലല്ലേ ഈ ലോകം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ പേരെഴുതി വെച്ചാലും ഇതായില്ലേ, ഒരു ടാഗ് ആയല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഉൾട്ടകളുടെ ഇടയിൽ മാറി വ്യത്യസ്തനായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല വ്യത്യസ്തനായി നിൽക്കുന്നു. അങ്ങനെ വിവാദങ്ങൾക്ക് പുള്ളിക്കാരന് നേരമില്ലാത്ത രീതിയിൽ പുള്ളി തൂഫാനായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് സാധനം തൂഫാൻ. അത് ആര് പേരിട്ട് കൊടുത്തേ നമ്മളല്ലേ ആ പാട്ടും കൂടെ കേറ്റാൻ പറ്റും. തൂഫാൻ കൊള്ളാരാ പേരിട്ടാന്ന്. പിന്നെ വാർത്താ സമ്മേളനം പണ്ടുണ്ടായിരുന്നു, പണ്ട് ഈ പഴയ സർക്കാർ പിണറായി വിജയന് തന്നെ ഇതുണ്ടായിരുന്നു, ഒരു അത് എന്തോ ഓപ്പറേഷൻ ഡി അങ്ങനെ എന്തോ ഒരു കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പേരായിരുന്നു, മറ്റേ ജെയിംസ് ബോണ്ടിന്റെ ഒക്കെ ആ ടൈപ്പ് ഒരു സാധനമായിരുന്നു. ഇത് പക്ക തൂഫാൻ പറയാൻ നല്ല രസമുണ്ട്. തൂഫാന് മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. തൂഫാൻ വാരിയേഴ്സ് അല്ല, ഈ പോലീസുകാരും തൂഫാനെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഞാൻ സ്കൂട്ടറിൽ പോയപ്പോഴത്തേക്കും പിടിച്ചെടുത്തിട്ട് തൂഫാന്റെ പരിപാടിയാണ്, ചെക്ക് ചെയ്യണം തന്നെ. അവരും ഇത് ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. കൊള്ളാം പരിപാടി, അവരുടെ വായിന്നൊക്കെ തൂഫാൻ കേൾക്കുമ്പോ നല്ല രസം. ഇനി ഇതേപോലുള്ള പേരുകൾ ഇടുക. പിന്നെ അത് നല്ല എത്രയോ ആൾക്കാരെ പിടിച്ചു, കുറെ പിടിച്ചു. അത് കുറെ ആൾക്കാരുടെയൊക്കെ സാധനങ്ങൾ വെക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. എന്തോ ഈയിടയ്ക്ക് സാധനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒരാളെ വീട്ടിൽ 20 പട്ടികളെ 20 പട്ടികളെ വളർത്തിയ അത് പയ്യന് 18 വയസ്സെന്തോ ഉള്ളു. എന്തോ ഗ്യാങ് മെമ്പർ എങ്ങാണ്ടാണല്ലേ അവനെന്തോ ഒത്തിരി വലിയ ആളാ, 18 വയസ്സേ ഉള്ളു. പക്ഷെ എന്തോ 7 കിലോയാ എന്തോ കൊണ്ടൊക്കെ അവന്റെ കൂട്ടുകാരുടെ പേരിൽ അവ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് പുറത്തൊന്നും അറിയാതെ ഇന്ന് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇവിടെ 20 പട്ടികളും ഉണ്ട് ഇപ്പം ഇങ്ങനെ സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവര് കറക്റ്റ് ഒരു ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട്, പോലീസ് ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പട്ടികളെ കയ്യിലെടുത്ത് തൂഫാനാക്കി. പിന്നെ പുള്ളി ഒരു വാണിംഗ് എപ്പോഴും കൊടുക്കും കേട്ടോ, ചിഗി വാണിംഗ് കൊടുത്തിട്ട് പറയും, ഇനി ഇതുവരെ ചെയ്തു ഇനി ചെയ്താൽ പിടി വീഴും, അങ്ങനത്തെ രീതി. ഇതുവരെ ചെയ്തത് ഓക്കെ, ഇനി ചെയ്യരുത്, ഇനി നിങ്ങൾ മാറണം, അങ്ങനത്തെ രീതിയിൽ വാണിംഗ് കൊടുത്തിട്ടാണ് നിൽക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ചിഗി
ജിജി സൊനാട്ടയൊക്കെ വന്നു. പക്ഷെ അതൊക്കെ സംഭവിക്കാം. അതൊന്നും നമ്മൾ ആ കണ്ടന്റിന്റെ പ്രാധാന്യം, കണ്ടന്റ് അല്ലല്ലോ, ആ ഒരു ആശയത്തിന്റെ പ്രാധാന്യം പുള്ളി പറഞ്ഞത്. അതിന്റെ കാര്യം ഈ സൊമാറ്റോ കാരണവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ പുള്ളി എത്ര പേരെ ബാഡ്ജ് വാഴിയ കാണ പിന്നെ ഇപ്പം ഡോക്ടർ അരുൺകുമാർ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം സംസാരിച്ച അവസാനമായപ്പോഴ് അരുൺകുമാർ തൂഫാൻ വാരിയർ, നിങ്ങളും തൂഫാൻ വാരിയർ ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആള് നല്ല രസമാണ്, പുള്ളി നല്ല രസമാണ്. പിന്നെ ഈ തൂഫാന്റെ ഒരു സംഭവം ഇതിൽ തന്നെ മറ്റേ ഏതൊരു സ്വാമി എന്തോ തോക്കുസ്വാമി ഭയങ്കര അത് ഞാൻ കണ്ടായിരുന്നു. പുള്ളി പത്രസമ്മേളനം പുള്ളി ഞാൻ കേട്ട് പുള്ളി ഭയങ്കര സംസാരവും നല്ല രീതിയിൽ ഭയങ്കര സംസാരിച്ചാൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ആ മൊമെന്റ്. അത് മുഖം കാണുന്നത് അറിയാം. പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര എന്താ മറ്റേ ഇത്തിരി മെയിൻ സ്ട്രീമിലൊക്കെ ഇരിക്കുന്ന ആളിനെ പറ്റിയൊക്കെ ഉറുക്കിൽ കൊള്ളുന്ന വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. അതെ 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 കേട്ടായിരുന്നു. ഈ തൂഫാന്റെ കൂടെ കയറി വന്നു അതും കൂടെ. അപ്പൊ എന്തായാലും കേരളം ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു തൂഫാൻ വാരിയർ ആയിട്ട് പ്രഖ്യാപിക്കണം. പ്രത്യേകിച്ച് നമ്മള് പരിചയമുള്ളവരാണ്. ഫോട്ടോ എടുത്തില്ല, പക്ഷെ അന്നൊരു സെൽഫി എടുക്കാനുള്ളത്. അതെ അതെ. അപ്പൊ പുള്ളിക്ക് എന്തായാലും ഓർമ്മയാണെങ്കിൽ ഒന്നും ഇരിക്കൂല, എന്തായാലും പറയും, കാണൂല്ലെങ്കിലും പറയും. അങ്ങനെയാണല്ലോ പൊതുവെ ഒരു രാഷ്ട്രീയ കാര്യം. അറിയാമെന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചർച്ച. പിന്നെ ഇതൊരു മിനി പോഡ്കാസ്റ്റ് ആണ്. എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴെല്ലാരും ഇതിനെ കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മന്ത്രിസഭ എങ്ങനെ ഉണ്ടായിരുന്നു, നഗരസഭ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ചെമ്പഴന്തി എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.